ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. സർവഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാ മക്കളെയും ഭഗവാനിൽ അർപ്പിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നമ്മൾ നാരായണീയം ദശകം 34 6 ശ്ലോകം വരെ വായിച്ചു. രാമായണ കഥ ശ്രീരാമൻ്റെ, അതാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഭരതകുമാരൻ ശ്രീരാമനെ രാജ്യത്തിലേക്ക്, അയോധ്യയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനായി അദ്ദേഹം അവിടെ എത്തിച്ചേർന്നു. എന്നിട്ടോ പിതാവിൻ്റെ ദുഃഖം, അതായത് മരണം, സ്വർഗം പോയ കാര്യമൊക്കെ പറഞ്ഞറിഞ്ഞു. അത്രമാത്രം വിഷമമായി ശ്രീരാമന്. എന്നിട്ട് പിതാവിന് ഉദകക്രിയയൊക്കെ ചെയ്തു. ഭരതൻ രാജ്യഭാരം ഏൽക്കുന്നതിൽ വിമുഖനായി നിന്നത് കണ്ട്, കാരണം ഭരതന് ഇഷ്ടമല്ല, ശ്രീരാമൻ ജ്യേഷ്ഠന് തന്നെ അത് കൊടുക്കണം എന്നുള്ളതാണ് ഭരതൻ്റെ ഇഷ്ടം. അതുകൊണ്ട് വിമുഖനായി നിൽക്കുന്ന കണ്ടുകൊണ്ട് ഭഗവാൻ ശ്രീരാമൻ എന്ത് ചെയ്തു? പാതകം രാജ്യവും ഭരതൻ നൽകി. പാതകം എന്ന് വെച്ചാൽ ഭഗവാന് പകരമായി ശ്രീരാമൻ്റെ പ്രതിപുരുഷനായിട്ട് കണ്ടോളാൻ പാതകം കൊടുത്തു വിട്ടു. അപ്പം ഭരതൻ അതനുസരിച്ച് അവിടെ പോയി പാതകം വച്ച് പൂജിച്ച് ശ്രീരാമനെ പ്രതിപുരുഷനായി അങ്ങനെ രാജ്യഭാരമൊക്കെ ഭരിക്കാൻ തയ്യാറായി. എന്നിട്ട് ചിത്രകൂടം ഉപേക്ഷിച്ച് ഘോരാരണ്യകമായ ദണ്ഡകവനത്തിലേക്ക് പോയി ശ്രീരാമനും എല്ലാവരും കൂടെ. ഭരതൻ അയോധ്യയിലേക്കും തിരിച്ചു പോയി ഭഗവാന്റെ പാതകവും കൊണ്ട്. അത്രി മഹർഷിയെ കണ്ടു വന്ദിച്ചു. വഴിക്ക് ഭയങ്കരനായ ഒരു വിരാധൻ എന്ന അസുരനെ നിഗ്രഹിച്ചു. അങ്ങനെ അവിടുന്ന് പിന്നെ ശരഭംഗ മഹർഷിയുടെ ആശ്രമത്തിലെത്തി അദ്ദേഹത്തിന് സൽഗതി പ്രദാനവും ചെയ്തു. അതാണ് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ വായിച്ചത്. ഇനി നമുക്ക് ശ്ലോകം 7 വായിക്കാം. ശ്ലോകം 7. നത്വാഗസ്ത്യം സമസ്ത ആശര നികര സപത്രാകൃതിം താപസേഭ്യ പ്രത്യശ്രൗഷി പ്രിയൈഷി തദനുച മുനിന വൈഷ്ണവേ ദിവ്യചാപേ ബ്രഹ്മാസ്ത്രേ ചാപി ദത്തേ പതി പിതൃസുഹൃദം വീക്ഷ്യ ഭൂയോ ജടായും മോദാത് ഗോദാ തടാന്തേ പരിരമാസി പുരാ പഞ്ചവട്ട്യാം മധൂട്ട്യാ നത്വാ അഗസ്ത്യം സമസ്താശര നികര സപത്രാകൃതിം താപസേഭ്യ പ്രത്യശ്രൗഷി പ്രിയർഷി തദനുച മുനിന വൈഷ്ണവേ ദിവ്യചാപേ ബ്രഹ്മാസ്ത്രേ ചാപി ദത്തേ പതി പിതൃസുഹൃദം വീക്ഷ്യ ഭൂയോ ജടായും മോദാത് ഗോദാ തടാന്തേ പരിരമസി പുരാ പഞ്ചവട്ട്യാം മധൂട്ട്യാ. ഇതിൽ ഭഗവാൻ ശ്രീരാമൻ അഗസ്ത്യ മഹർഷിയെ കണ്ടു വന്ദിച്ചു. ഈ സൽഗതിയൊക്കെ ശരഭംഗ മഹർഷിയുടെ ആശ്രമത്തിലെത്തി അദ്ദേഹത്തിന് സൽഗതി പ്രദാനമൊക്കെ ചെയ്തിട്ട് അവിടുന്ന് ഭഗവാൻ ശ്രീരാമൻ അഗസ്ത്യ മഹർഷിയെ കണ്ടു വന്ദിച്ചു. താപസന്മാരോട് അവർക്കിഷ്ടം ചെയ്യാൻ ആഗ്രഹിക്കുന്ന നിന്തിരുവടി. അത് താപസന്മാർ ഭക്തിപരമായി മഹർഷിമാരാണല്ലോ, അപ്പോൾ അത്രമാത്രം ഭഗവാന് ഇഷ്ടമുള്ളവരാണ്. അപ്പോൾ അവർക്കുള്ള ഇഷ്ടമാണ് ഇവിടെ ഭഗവാനും ഇഷ്ടം. അപ്പോൾ താപസന്മാർക്ക് ഈ ദുഷ്ടന്മാരെ കാണാൻ നിവർത്തിയില്ലല്ലോ, അതിന് താപസന്മാരോട് അവർക്ക് ഇഷ്ടം ചെയ്യാൻ ആഗ്രഹിക്കുന്ന നിന്തിരുവടി. രാക്ഷസന്മാരെല്ലാം കൊന്നൊടുക്കി ജഗൽരക്ഷ ചെയ്യുമെന്ന് വാഗ്ദാനം ചെയ്തു. അപ്പോൾ ഈ രാക്ഷസന്മാരെ പകവരുത്താതിരുന്നാൽ സാധുക്കളായ ഈ ഭക്തന്മാരായ താപസന്മാർക്കൊന്നും രക്ഷയില്ല. അതുകൊണ്ട് അവർക്കുള്ള ഇഷ്ടം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഭഗവാൻ ശ്രീരാമനാണ്. അതുകൊണ്ട് വാഗ്ദാനം കൊടുത്ത് ഇവർക്ക് ജഗൽരക്ഷ ചെയ്യാമെന്ന്, രാക്ഷസന്മാരെയൊക്കെ കൊന്നൊടുക്കിയിട്ട് ജഗത്തിന് രക്ഷ ചെയ്യുമെന്ന് വാഗ്ദാനം ചെയ്തു. അഗസ്ത്യ മഹർഷിയിൽ നിന്ന് എന്ത് കൊടുത്തു? മഹർഷി വൈഷ്ണവ ചാപവും ബ്രഹ്മാസ്ത്രവും കൊടുത്തു. അത് ഭഗവാൻ സ്വീകരിച്ചു ശ്രീരാമൻ. അപ്പോൾ അഗസ്ത്യ മഹർഷിയാണ് വൈഷ്ണവ ചാപവും ബ്രഹ്മാസ്ത്രവും കൊടുത്തത്. അത് സ്വീകരിച്ചിട്ട് മുന്നോട്ട് പോകും വഴി പിതാവിൻ്റെ ഉറ്റ സുഹൃത്തായ ജടായുവിനെ കണ്ടു. പിതാവാര? ദശരഥ മഹാരാജാവ്. ദശരഥ മഹാരാജാവിൻ്റെ ഉറ്റ സുഹൃത്തായ ജടായുവിനെ കണ്ടു. ഗോദാവരി തീരത്തുള്ള പഞ്ചവടിയിൽ സീതയോടുകൂടി സുഖമായി രസിച്ച് വാണു. അപ്പോൾ അത്ര സന്തോഷമായി തന്നെ ഈ ജടായുവിനെയും കണ്ടുകിട്ടി. ഗോദാവരി തീരത്തുള്ള പഞ്ചവടിയിൽ സീതയോടുകൂടി സുഖമായി അവിടെ താമസിച്ചു രസിച്ചു വാണു. നമുക്ക് ശ്ലോകം 8 വായിക്കാം. ശ്ലോകം 8. പ്രാപ്തായാം ശൂർപ്പണഖയാണ് അങ്ങനെ പറയാം. ശൂർപ്പണഖ്യ മദനശലധൃതേർ അർദ്ധനൈർ നിസ്സഹാത്മാ
താം സൗമിത്രൗ വിസൃജ്യ പ്രബലതമരുഷാ തേന നിർലൂനനാസാം ദൃഷ്ടൈനാം ദുഷ്ടചിത്തം ഖരം അഭിപതിതം ദൂഷണം ച ത്രിമൂർധം വ്യാഹിംസേർ ആശരാൻ അപ്യായുധ സമധികാൻ തൽക്ഷണാൽ അഷദോഷ്മാ പ്രാപ്തായ ശൂർപ്പനഘ്യാ മദനശലധൃതേർ അർദ്ധനൈർനിസ്സഹാത്മാ താം സൗമിത്രൗ വിസൃജ്യ പ്രബലതമരുഷാ തേന നിർലൂനനാസാം ദൃഷ്ടൈനാം ദുഷ്ടചിത്തം ഖര അഭിപതിതം ദൂഷണം ച ത്രിമൂർധം വ്യാഹിംസേർ ആശരാൻ അപ്യായുധ സമധികാൻ തൽക്ഷണാൽ അഷദോഷ്മാ. അങ്ങനെ ശ്രീരാമൻ പഞ്ചവടിയിൽ താമസിക്കുന്ന കാലത്ത് കാമാതുരയായി വന്നെത്തിയ ശൂർപ്പണഖയുടെ അപേക്ഷകൾ സഹിക്കവയ്യാതെ പൊറുതിമുട്ടിയ ഭഗവാൻ ശ്രീരാമൻ അവളെ ലക്ഷ്മണന്റെ സമീപത്തേക്ക് വിട്ടു. കാമാതുരയായെന്ന് വെച്ചാൽ ഈ ശ്രീരാമനെ അവൾക്ക് വേണം, ശൂർപ്പണഖയ്ക്ക്. അതുകൊണ്ട് പഞ്ചവടിയിൽ താമസിക്കുന്ന കാലത്ത് കാമാതുരയായി വന്നെത്തിയ ശൂർപ്പണഖയുടെ അപേക്ഷകൾ സഹിക്കവയ്യാതെയാണ് ഇദ്ദേഹം ശ്രീരാമൻ എന്ത് ചെയ്തു? ഇവളെ ലക്ഷ്മണൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു. കോപം മുഴുത്ത ലക്ഷ്മണൻ അവളുടെ നാസിക, അതായത് മൂക്ക് ഛേദിച്ചു. അവളെ കണ്ടു കോപിച്ച് എതിർത്ത് വന്ന, അപ്പോൾ അവളെ കണ്ടപ്പോൾ മൂക്കില്ലാതെ അവൾക്കുള്ള മറ്റുള്ളവരെല്ലാം ഈ രാക്ഷസന്മാരൊക്കെ കണ്ട അവർക്ക് ദേഷ്യം വരത്തില്ലയോ? മൂക്ക് കാരണം ഭഗവാൻ ശ്രീരാമൻ നിവർത്തിയിലായിട്ടാണ് ലക്ഷ്മണൻ അടുക്കലേക്ക് പറഞ്ഞു വിട്ടത്. അല്ലാതെ എന്ത് ചെയ്യും? അപ്പോൾ ലക്ഷ്മണൻ ബാക്കി കാര്യം നോക്കിവിട്ടെന്ന് വിചാരിച്ച് കാണും. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? ലക്ഷ്മണൻ എന്ത് ചെയ്തു? നിവർത്തിയില്ലാഞ്ഞു ഇവളെ മൂക്കങ്ങ് ഛേദിച്ചു കളഞ്ഞു. അപ്പോൾ അവളെ കണ്ട കോപിച്ച് എതിർത്ത് വന്ന ഖരഭൂഷണ ത്രിശിരാക്കൾ, ഈ രാക്ഷസന്മാർ, അവളുടെ മൂക്ക് ഇല്ലാതെ വന്നപ്പം പിന്നെ അവർക്ക് ദേഷ്യം വന്നു. അങ്ങനെ എല്ലാവരും ത്രിശിരാക്കൾ എന്ന് വെച്ചാൽ 3 രാക്ഷസന്മാരായിരിക്കും. അനേകായിരം രാക്ഷസന്മാരെ ക്ഷണത്തിൽ തന്നെ കൊന്നുകളഞ്ഞു. അതൊരു വലിയൊരു അതായത് യുദ്ധം അങ്ങ് മൂത്ത് കളഞ്ഞു. അപ്പം എന്താ, ഈ മൂക്ക് ചേർച്ചാൽ അടങ്ങിയിരിക്കുമോ രാക്ഷസന്മാർ? ഭഗവാൻ ശ്രീരാമൻ എന്ത് ചെയ്ത്? വന്നവരെല്ലാം രാക്ഷസന്മാരെല്ലാം ക്ഷണത്തിൽ തന്നെ കൊന്നു കളഞ്ഞു. ഭഗവാൻ നിങ്ങളുടെ രക്ഷ ചെയ്യാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ അഗസ്ത്യ മുനിയെടുത്ത്. അപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോൾ വന്നവരെല്ലാം ഈ രാക്ഷസന്മാരെ എല്ലാം കൊന്നുകളഞ്ഞു. രാമൻ സീതാ ലക്ഷ്മണന്മാരുമായി പഞ്ചവടിയിൽ കഴിയുന്ന കാലത്ത്, അതായത് ഈ സീതയും ലക്ഷ്മണനും രാമനും കൂടെ കഴിഞ്ഞപ്പോഴാണല്ലോ ഈ ശൂർപ്പണഖ അവിടെ വന്നത്. ആ കാലത്ത് ഒരു ദിവസം രാവണ സഹോദരിയായ ഈ ശൂർപ്പണഖ ആ വഴി വന്ന് അപ്പോൾ രാമനെ കണ്ടു മോഹിച്ചു. ഇതാണ് കാരണം. അവൾ ഇങ്ങനെ വനത്തിലേക്ക് ഇങ്ങനെ കറങ്ങി നടന്നു, രാക്ഷസിയല്ലയോ. അപ്പോൾ സീതയെയും ലക്ഷ്മണനെയും ശ്രീരാമനെ കണ്ട എത്രമാത്രം എന്തുവാ പറയുക, ശ്രീരാമൻ്റെ ഒക്കെ അഴക് കണ്ട ഇവൾ മോഹിക്കാത്തവരും മോഹിക്കുമല്ലോ. അങ്ങനെ രാമൻ ആരാണെന്നൊന്നും ഇവൾക്കറിയില്ലല്ലോ. ഇവൾ അങ്ങനെ ഭഗവാൻ ശ്രീരാമനെ കണ്ടങ്ങ് മോഹിച്ചു. അവൾ ഒരു സുന്ദരിയുടെ വേഷത്തിലെത്തി. കാരണം അവൾക്കുള്ള യഥാർത്ഥ രൂപം രാക്ഷസിയാണ്. പക്ഷേ ശ്രീരാമന് ചേരണമെങ്കിൽ അവൾക്കുള്ള മായ പ്രയോഗിച്ച് അവൾ സുന്ദരിയായിട്ട് വന്നു. സുന്ദരിയുടെ വേഷമെടുത്ത് ഭഗവാൻ ശ്രീരാമനടുക്കെ എത്തി. രാമനോട് കാമാതുരയായി തന്നോടൊപ്പം വിഹരിക്കാൻ അപേക്ഷിച്ചു. അങ്ങനെ അവൾ അപേക്ഷ അപ്പോൾ രാമൻ എന്താ പറഞ്ഞത്? എനിക്കൊരു ഭാര്യയുണ്ട്, ലക്ഷ്മണന് ഭാര്യ ഇവിടെ ഇല്ല എന്ന് ഇവളോട് പറഞ്ഞു. കാരണം ഒരുപാട് ഇങ്ങനെ നിവർത്തിയില്ലാതെ വന്ന് അപേക്ഷ ഇങ്ങനെ കൂടി വന്ന് അവൾ വിട്ടു പോകത്തില്ല ശ്രീരാമൻ്റെ ഒക്കെ എന്ന്. അപ്പോൾ അവിടെ നിന്ന് വിട്ടു പോകണ്ടേ? അതുകൊണ്ട് ഭഗവാൻ എന്ത് പറഞ്ഞു? എനിക്കിവിടെ ഒരു ഭാര്യയുണ്ട്, ലക്ഷ്മണനാണെങ്കിൽ ഭാര്യ ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു. നീ അവനോട് പറഞ്ഞാൽ കാര്യം നടക്കും എന്നിങ്ങനെ ശ്രീരാമൻ ഇവളെ പറ്റിച്ചു. അങ്ങനെ ശ്രീരാമൻ അറിഞ്ഞൂടെ ലക്ഷ്മണൻ ആരാണെന്ന്. അപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടുമ്പം അവൾ അവിടെ നിന്ന് പൊക്കോളും എന്ന് കരുതി അദ്ദേഹം എന്ത് ചെയ്ത്? ശ്രീരാമൻ എന്തായാലും അവിടെ നിന്ന് എങ്ങനെയും ഊരി വിട്ടു. അപ്പോൾ ലക്ഷ്മണൻ്റെ അടുക്കലേക്ക് ചെന്നവള്. അപ്പോൾ ലക്ഷ്മണൻ ഇവിടെ ഭാര്യയില്ല എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട അവൾ ലക്ഷ്മണനോടടുത്ത് തൻ്റെ ആഗ്രഹം അറിയിച്ചു. ലക്ഷ്മണൻ പറഞ്ഞു, എനിക്ക് നിന്നിൽ ഒരു കാംക്ഷയുമില്ല. അവൾ അവൾ വിട്ടില്ല. 2 പേരോടും പല കുറി അഭ്യർത്ഥിച്ചു. ലക്ഷ്മണൻ അടുക്ക ചെല്ലുമ്പം ലക്ഷ്മണൻ പറയും അങ്ങോട്ട് പോവാൻ. ലക്ഷ്മണൻ അങ്ങനെ അവിടെ നിന്ന് പറഞ്ഞ് ശ്രീരാമൻ്റെ അടുക്കലേക്ക് വിടും. ശ്രീരാമൻ അവിടെ നിന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വിടും. ഇങ്ങനെ അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് അവൾ വിട്ടു പോകത്തുമില്ല. അങ്ങനെ പല കുറി ഇങ്ങനെ അഭ്യർത്ഥിച്ചിട്ടോ ഫലവും ഉണ്ടായില്ല. അപ്പോൾ അവൾ സ്വന്തം രൂപമെടുത്തു. അവൾ യഥാർത്ഥ രാക്ഷസ രൂപം എടുത്തു. അങ്ങനെ എടുത്തിട്ട് സീതയോടടുത്തു. അപ്പോൾ എന്താ, അവൾക്കുള്ള ദേഷ്യങ്ങൾ, അവൾ രാക്ഷസിയല്ലേ,
അവളെ സ്വന്തം അതാ നമ്മൾ ഒന്നും ഒളിച്ചു വെക്കാകത്തില്ല, മറവിലിരിക്കുന്നെല്ലാം പുറത്ത് വരും. അത് അങ്ങനെയാണ് ഈശ്വരൻ, അതിൻ്റേതായ ഒരു പ്രത്യേകതയുണ്ട്. ഒന്നും നമുക്ക് മറച്ചു വെക്കാം. അവൾ വേഷം മാറി, അതായത് അവൾക്കുള്ള മായ കൊണ്ടാണ് ഈ സുന്ദര രൂപം എടുത്തത്. അവളെ യഥാർത്ഥ രൂപമായി വന്നിട്ട് സീതയോടടുത്തു. അത് കണ്ട് കോപിച്ച്, അതുകൊണ്ടാണ് ലക്ഷ്മണൻ കോപിച്ചത്. കാരണം സീതയെ നശിപ്പിക്കാനൊരു, കാരണം സീത ഉള്ളതുകൊണ്ടാണല്ലോ, ശ്രീരാമന് ഭാര്യ ഉള്ളതുകൊണ്ടാണല്ലോ എന്ന് കരുതിയിട്ട് ഇവൾ സീതയോടങ്ങ് അടുത്ത്. അത് കണ്ട് കോപിച്ച ലക്ഷ്മണൻ എന്ത് ചെയ്തു? അവളുടെ നാസിക, അത് മൂക്കങ്ങ് ഛേദിച്ച് വികൃതമാക്കി. ഉള്ള രാക്ഷസ സ്വരൂപത്തിലൂടെ ഒന്നുകൂടെ അങ്ങ് വികൃതമാക്കി അങ്ങ് വിട്ട് ലക്ഷ്മണൻ. ഉടൻ അവൾ ഓടിച്ചെന്ന് ഖരനോട് കാര്യം പറഞ്ഞു. അവൾക്കുള്ള ബന്ധുക്കളോട് കാര്യം പറഞ്ഞു ഖരൻ. അപ്പോൾ ഖരഭൂഷണ തൃശ്ശിരാക്കൾ മൂവരും, ആ ഖരഭൂഷണത്തിന് 3 ആൾക്കാരുണ്ട്, തൃശ്ശിരാക്കൾ മൂവരും. അത് മൂവരിനെയാണ് ത്രി എന്ന് പറയുന്നത്. അവർ മൂവരും കൂടി താമ്രാക്ഷരായി വന്ന് രാമനെ എതിർത്തു. അവർ ഭയങ്കര രാക്ഷസന്മാരല്ലേ, അവർ താമ്രാക്ഷരായി വന്ന് ശ്രീരാമ ഭഗവാനെ എതിർത്തു. രാമൻ അവരെ 3 പേരെയും പടകളോടൊപ്പം, കാരണം എത്രമാത്രം പടകൾ അവിടെ ഉണ്ടോ, മറ്റ് രാക്ഷസന്മാരുണ്ടല്ലോ, അവരോടൊപ്പം തന്നെ ക്ഷണത്തിൽ മൃത്യുപുരത്തിൽ അയച്ചു. അതാണ് നേരത്തെ നമ്മൾ വായിച്ചത്. തൃശ്ശിരാക്കളെയും അനേകായിരം രാക്ഷസന്മാരെയും ക്ഷണത്തിൽ തന്നെ കൊന്നുകളഞ്ഞു എന്ന് പറഞ്ഞത്. അതിങ്ങനെയായിരുന്നു കാരണം. ഈ കാരണമാണ് ഇവരെല്ലാം ഒറ്റയടിക്ക് തന്നെ കോപം മുഴുത്ത ലക്ഷ്മണൻ അവർക്ക് നാസികയും ഛേദിച്ചു. അത് എതിർക്കാൻ വന്ന മറ്റ് അനേക രാക്ഷസന്മാരെ മൊത്തവും ക്ഷണത്തിൽ തന്നെ ശ്രീരാമൻ കൊന്നുകളഞ്ഞു, കാലപുരിക്ക് അയച്ചു. ഇതാണ് ഇതിനകത്ത്. നമുക്ക് അടുത്ത ശ്ലോകം അടുത്ത ദിവസം വായിക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.